ഗെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത്, ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായി കളിച്ചിരുന്ന ഗെയിമാണ് ജയിൽ എസ്കേപ്പ്. അതാണ് കളിക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഒരു വട്ടം കളിച്ചിരുന്നത്, അതുകൊണ്ട് ഇതിലേക്ക് ഇത് രണ്ടും ഉണ്ട്. ഇതിലെ വാള്, പിന്നെ ഒരു സ്പാൻഡർ. നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായി കളിച്ച ഗെയിം ഇതാണ്. അതാണ് നമ്മൾ വീണ്ടും കളിക്കുന്നത് ഗൈസ്. അപ്പോൾ ശരിയായി വീഡിയോ എടുത്ത് വേറെ ഒന്നുമില്ല, ഫോണ് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വീഡിയോ എടുത്തതിനെ കാക്കാൻ്റെ ഫോണിലാണ്. നമുക്ക് കളി തുടങ്ങാം. സ്പാൻ എടുക്കാൻ പറയും. അപ്പം നമ്മളൊന്നും എടുക്കും. അപ്പം നമ്മളേക്ക് എത്രണ്ണായി? 3. അതൊക്കെ അത്രയേ ഉള്ളൂ. നമ്മൾ മണ്ടണം. പോലീസിനെ കാണും. പോലീസിനെ വട്ടം കളിപ്പിക്കുക. മണ്ടടോ മണ്ടോ. പിന്നെ സ്റ്റെയർകേസ് കയറി വരും. ഒരാൾ നമ്മൾ തിരിച്ചു പോക്ക് ഇവിടുന്നാണ്. മണ്ടനാണെന്നോ ഇല്ല, വേണ്ട. മൂപ്പരോട് മണ്ടനാണ്. നമ്മളിപ്പോൾ കളിക്കുന്ന ഈസിയാണ്. ഈസി കളിച്ച് ജയിച്ചാലാണ് ആട് കളിക്കേണ്ടത്. ഇതാരാ ആരാ? ഏതോ ഒരു പ്ലെയർ. ഇത് നമ്മൾ കളിക്കുന്നു. 1 മിനിറ്റ്. അല്ലോ, പെട്ട് അത് വേണമായിരുന്നു. 1 മിനിറ്റ് ഗൈസ്. എന്താണെന്നറിയില്ല, ഇതിനെ കൂടുതൽ സൂം ആവണില്ല. എത്ര സൂമിങ് ഇതിന് കിട്ടുള്ളൂ. എന്താ പോലീസ് ഏറ്റാ? എന്താ സാറേ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേന്ന്. ഈസിയാണിത്. നമ്മൾ പിന്നെ കണ്ടന്റ് വേണ്ടേ വീഡിയോക്ക്? അവിടെ എന്തൊരു റൂം നോക്കണല്ലോ. ലാസ്റ്റ് നമ്മൾ അവിടേക്കാവും ചിലപ്പോൾ എത്തുന്നുണ്ടാവുക. നമ്മൾക്ക് ഇതൊക്കെ ഈസിയാണ് ഗൈസ്. കണ്ടന്റ് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ ഗൈസ്? കണ്ടന്റ് വേണ്ടേ, കണ്ടന്റ്. നമ്മൾ പിന്നെ ആദ്യമായി കളിച്ച ഗെയിം ആയതുകൊണ്ട് നമുക്കൊക്കെ അറിയാം എന്താ ചെയ്യേണ്ടതെന്നല്ല. നമ്മൾ ഷവൽ എടുത്തിരിക്കുന്നില്ല. ഷവലിൽ കയറില്ലല്ലേ? ഇത് കണ്ടെത്താൻ വേറെ ട്രിക്ക് ഉണ്ട്. ആദ്യമായി കളിക്കുന്നവരാണെങ്കിൽ അടിയിൽ കൂടെ ഇങ്ങനെ നോക്കിയാൽ ഒരു കുയിൻ്റെ ഇത് കാണാം. ഒന്നുകൂടെ നോക്കി. ഷവല് പോയാ ചെറിയൊരു പ്രശ്നം. ഷവല് വയ്ക്കുന്നു പോയി. എന്തോ ഒരു കുഴപ്പം. സീനൊന്നുമില്ല, ചെറുതായിട്ട് ഷവലൊന്ന് പോയതാ. വേറെ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് ഷവല് ഡോറ് തുറക്കാൻ നോക്കിയേ. അപ്പൊ ഒന്ന് ചത്തങ്ങനെ വരാം. ചാവാനും പറ്റില്ലല്ലോ. എന്തൊരു പ്രശ്നമാണ്. ഒന്നും നോക്കണ്ട. ഓ നോ. ഞാൻ ഫസ്റ്റ് കളിക്കണം എന്ന്
ഫസ്റ്റ് ഒന്നുകൂടി തുടങ്ങി. അപ്പോൾ ഗൈസ് തിരിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ആ തീപ്പൊലി പറഞ്ഞുണ്ട്, അതൊക്കെ ഇഷ്ടമായി. ഇതൊക്കെ കളിക്കുന്ന ആളാണ്, വേറെ കാര്യം. പക്ഷെ അവർ പോയി. ഇത് പുതിയ അപ്ഡേഷൻ്റെ ഒക്കെ ഉണ്ട്. ആദ്യം ഇങ്ങനെ ഒന്നല്ലേന്ന് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഫുൾ ചേഞ്ചസ് വന്നിക്കണ്. പക്ഷെ അന്നും നമ്മൾ പ്രോ ആണ്, ഇന്നും നമ്മൾ പ്രോ ആണ്. അതൊക്കെ അത്ര ഉള്ളൂ. അത് ഈ പാലം ഇല്ലെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നമ്മൾ അന്ന് കളിച്ചിട്ട് ചെയ്യുന്നില്ല അതിൻ്റെയാണ്. ഇന്നിപ്പോൾ ഈ പാലം പൊട്ടുന്നു കണ്ടാ, പൊട്ടിയോണ്ടായിരുന്നു. പക്ഷെ നമ്മക്ക് ഒന്ന് ഇവിടെ എങ്ങനെ നിൽക്കുന്നു വല കയ്യിലോ. അന്ന് ഇതല്ലേ നമ്മൾ ചാടാനാണ്. അന്ന് ഇതൊക്കെ സിമ്പിളാക്കിക്കുന്നു. ഇപ്പോൾ ചാടലില്ല പൊന്നോ, കുറേ ഞാൻ കഷ്ടപ്പെടുക ചാടാൻ. അതാ ഇതിൽ പോയോണ്ട് നോക്കട്ടെ. ഇത് പോയാൽ ചാവില്ലേ? ഞാൻ വേറെ സാധനം കണ്ടിരുന്നു. അതിൻ്റെ രക്ഷപ്പെടുന്ന എങ്ങനെയെന്നൊക്കെ കാണിച്ചു തരാം. അവിടുത്തെ ടൈം ഉണ്ടായിരുന്നു, വേണ്ട. വേറെ സാധനം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വേറെ സാധനം കാണിച്ചു തരാം. ഇവിടേക്ക് ഓട് അങ്ങനെയൊക്കെ ഇവിടേക്ക് ഇങ്ങനെ പോയാൽ ഉണ്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെ രക്ഷപ്പെടാം. യെസ്, ഇത് ഞാൻ എൻ്റെ വേറെ ഫ്രണ്ടിനിപ്പോൾ കളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വഴി ഞാൻ കണ്ടത്. അവിടെയാണ് സത്യത്തിൽ എല്ലാവരും രക്ഷപ്പെടുന്നത്. ഇതെങ്ങനെയാണെന്നൊക്കെ അറിയില്ല. നമുക്ക് പോയോക്കട്ടെ. ഓ ഭയങ്കര സീൻ, ഡാർക്ക് എസ്കേപ്പാ. എടാ ഇങ്ങോട്ട് വരണ്ട. അപ്പോളോ ഞാൻ അവിടെ പോയോക്കട്ടെ. അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എസ്കേപ്പ് നമ്മൾ ഒരു വട്ടം ചെയ്തതാണ്. വാ കല്ലേ, വാ കല്ലേ. എന്താണോ കല്ല് നിന്നു. എടാ ഞമ്മക്ക് കല്ല് വരില്ലെന്നുണ്ട്. നമ്മൾ അവിടുന്ന് പിന്നെ തിരിച്ചു വന്നുകൊണ്ട് ആദ്യം കൂടെ പോയി നോക്കണം ഗൈസ്. എന്താണെന്ന് അറിയില്ല, നമുക്ക് സൂക്ഷിച്ചും കണ്ടൊക്കെ പോകണം. ഇത് ഇത്ര സൂമുള്ളൂ, അതാണ് സീന്. അങ്ങോട്ടാണെങ്കിൽ ഏട്ടാ എടാ അങ്ങണ്ടല്ലടാ, ഇപ്പത്തെ കാടാ. അവിടെ ഡയമണ്ട് ഒക്കെ ഉണ്ട് തോന്നുന്നു. ഡയമണ്ട് ഇതിനൊന്നും ഡയമണ്ട് അല്ലല്ലോ. എൻ്റെ പൊന്നോ, ഇവിടെയാണോ ഡയമണ്ട് ഉപയോഗിക്കേണ്ടത്? ചീത്ത പൈസ. ഇത് വെപ്പൻസ്. ഈ വെപ്പണൊന്നും നമ്മുടെ കയ്യിലില്ല.
ഇതിൻ്റെ ഇതുണ്ട് ഇന്ത്യക്ക്. ഇതെങ്ങനെ കിട്ടിയെന്ന് കഴിയില്ല. ഇന്ത്യക്ക് 25 ഉണ്ടല്ലേ. 145 രൂപ ഉണ്ട് ഇന്ത്യക്ക്. ഡയമണ്ട് എടുക്കണം. കമോൺ ഗൈസ്, ഡയമണ്ട്. ഏട്ടാ ഗൈസ്, നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, എത്ര നേരമായി എന്നറിയോ അത് ട്രൈ ചെയ്യുന്നു? ഒരുപാട് നേരമായി. ഒരു വട്ടം നോക്കൂ, 14 ഇത് ഒരു വട്ടം പോലും ഇപ്പോഴുന്നുണ്ട്. കട്ടക്കുന്നില്ലാണ്ട് എന്താന്നറിയില്ല. കടന്നു. ഇനി സൂക്ഷിക്കണം. കിട്ടി ഗൈസ്, എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയതാ. ഇവിടുന്ന് വീണ തീർന്നു ഗൈസ്. ഡയമണ്ട് ഏതാ വഴി? ഓ, അവിടെ അങ്ങനെ ഒരു വഴിയുണ്ടല്ലേ. ഇതപ്പോ അത് ക്ലോസ് എന്തോ വിളിച്ചോണ്ട് വന്ന സാധനമാണ്. അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യം വെച്ചാവും. നമ്മൾ ബാഗിൽ നോക്കിയിട്ടൊന്നുമില്ല. ഷോപ്പിൽ പോയത് കാണിക്കുന്നോ ഇല്ല. നമുക്ക് ഡയമണ്ട് കിട്ടും. ഡയമണ്ട് ഈ മണ്ടനഞ്ഞ വട്ടം തിരിച്ച് അവിടുത്തെ സ്വിച്ച് ഓൺ ആക്കി. 10 പോകണം. ലിവർ തിരിഞ്ഞില്ലാന്ന് തോന്നുന്നു. ലിവർ എന്താ നല്ലത്? തിരിഞ്ഞില്ല. അതുകൊണ്ട് ഗേറ്റ് ഓപ്പണായി. ഇതൊക്കെ പഴയ നോക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് നല്ലോണം അറിയില്ല ഇങ്ങനെ പോകേണ്ടതൊക്കെ. അല്ല, അവിടെ എത്രപ്പോലൊക്കെ ഇഷ്ടപ്പെട്ടിട്ടാന്നില്ല എനിക്ക്. ഇതും ഇതിനെ പുറത്തുള്ള വയ്യറ്റാണ്. ഇത് നമ്മൾ ഈസി മോഡാണ് കളിക്കുന്നപ്പം. ഈസി മോഡാണ് കളിക്കുന്നത്. പിന്നെ പാർട്ടിക്ക് ഹാർഡ് മോഡ് വരും. ഓ, ഈ സീൻ ഡാർക്കാണ് ഗൈസ്. ഇതൊക്കെ എപ്പോൾ കളിച്ചാലും അങ്ങനെ തന്നെ ഒരു രീതിയാണ്. പിന്നെ പറയാൻ പറ്റത്തില്ല. അത് ഓഫാക്കി നമുക്ക് എങ്ങനെ കിട്ടത്തില്ല കേട്ടോ ഗൈസ്. അവിടെ ചത്ത് ഗൈസ്. ഇതൊക്കെ എപ്പോഴും ലെവലാണ്. ഇത് ഭയങ്കര ടഫായ സീന. ഇവിടെ ചെക്ക് പോയിന്റും ഇല്ല. നല്ല ലോങ് വേണ്ട. കണ്ട, ഒരുപാട് പോകാണ്ട്. കുറച്ചൊന്നല്ല, ഒരുപാട് തന്നെ. കണ്ടാ പറഞ്ഞില്ലേ സീനാണെന്ന്.
ചെക്ക് പോയിന്റ് ഇല്ലാത്ത ഒറ്റ പോക്കറ്റ്. അല്ലെങ്കിൽ നമ്മൾ പവറാണ്, സീനാണ്, ഡാർക്കാണ്. ചെക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ സുഖം വരും ഗൈസ്. ഭയങ്കര സിമ്പിളായിരുന്നു. ചെക്ക് പോയിന്റ് ഉണ്ട്. എടാ ഞാൻ മേടക്ക് ചാടാൻ മറന്നടാ. നമുക്ക് കുറച്ചുകൊണ്ട് പോയി ഒരുപാട് നേരം ഞാൻ വീണ്ടും ട്രൈ ചെയ്യുന്നില്ല. സിമ്പിളൊന്നും എൻ്റെ കാര്യമില്ല. ചെക്ക് പോയിന്റ് അതാണ് ഒറ്റ സീനിപ്പെടുത്താൻ. ഒരുപാട് ലോങ്ങിൽ പോകേണ്ടത് ഐക്കോണിക് സാധനം. അതൊക്കെ ഹാർഡായാൽ പിന്നെ പറയണ്ട. അവിടെ കാണണ്ട ഗൈസ് ലേസർ. അതൊക്കെ ഹാർഡായാലും ടോട്ടലി ലേസറാവും. ഇത്ര നേരമായി എന്നറിയ ഗൈസ്. തിരിച്ചിറങ്ങി പോയാലോ? ഡയമണ്ട് കിട്ടിയിട്ട് അത് വേറെ കാര്യം. എൻ്റെ ഷെക്ക് ഇത് കടക്കാനേ പറ്റുന്നില്ല. ഇത് വേറെ സീന്. ഇത് വളഞ്ഞുകാണ്ട് എന്തൊരു സീനാണിത്. വീണ്ടും ചത്തുക. എന്തൊരു ടാസ്ക് കണ്ടിട്ട് ഭയങ്കര സീനാണ് ഗൈസ്. പിന്നെ ആരും വീഡിയോ ലൈക്ക് ഇതൊന്നും ചെയ്യുക. എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. അത് പറയുന്ന ഗെയിം നമ്മൾ കളിക്കുന്നതാണ്. റോബ്ലോക്സ് മാത്രമല്ല, ഇത് റോബ്ലോക്സ് ചാനലായി മാറുന്നു തോന്നുന്നൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ വേറെ ഗെയിം ഇടാൻ നോക്കാം. ഓ ലക്ക് ഗൈസ്. എടാ തിരിച്ചോ. എടാ എന്താണ് എനിക്കൊക്കെ കുറവ്. ഒരുപാട് നേരമായി. ഒന്നുകൂടി ട്രൈ ചെയ്തിട്ട് ഫൈനലി ഗൈസ്, ഫൈനലി എത്തി. എത്ര നേരമായി ഗൈസ്. ഇതണ്ട 30 മിനിറ്റോളായി. ഞങ്ങൾക്ക് ഇവിടെ 18 ആയിട്ടുള്ളൂ. അവിടെ 30 അവനെന്താ ഇങ്ങനെ നടക്കണേ? ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ നടക്കണം. എന്തോ ഇവിടെ കാട്ടിയെന്ന് നിങ്ങൾക്കറിയാം. എന്താന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാലോ എന്താണെന്നും എവിടെയാണെന്നും. ഗൈസ് എൻ്റെ പിടിച്ച് താത്തുക, ഇങ്ങോട്ട് പോവുക. നമ്മളത് നോക്കിയാൽ ലാഡർ കൊണ്ട് റീസ്പോൺ ആവും. മനസ്സിലായോ? എവിടെയും പോയി കുടുങ്ങിയാൽ ചെയ്യാനുള്ളതാണത്. ലാഡർ വെച്ചിട്ടാണ് നമ്മൾ കയറേണ്ടത്. എടേ പോടേ. ലാഡർ കയ്യിൽ ലോക്കായടേ. ലാഡർ എടാ പോടാ പോ. ഇനിയൊക്കെ ഒന്നുകൂടി ഇതാവാൻ വയ്യ. ഞാൻ ചത്തുകൊണ്ട് വരാം. എന്തൊരു ഇതാണത്. ഒരു നിന്നുകൊണ്ടോ
പോടാ. വെയിറ്റ് ഇനി എത്ര തരാം. വേണ്ട, ഞാൻ ഫസ്റ്റിന് കളി തുടങ്ങേണ്ടിട്ട്. ഇവിടെ ആകത്തായിരിക്കുന്നു. വേറെ നിവർത്തില്ല. ശരിയായി തോന്നുന്നു ഗൈസ്. എൻ്റെ ലാൻഡർ കൈ കുടുങ്ങിയ മോനെ കരയും ഞാൻ. ഒരു വട്ടം തന്നെ ഗ്ലിച്ചാണ്. ആകെ ഗ്ലിച്ചാണല്ലോ. ശരി, മൊത്തം ഗ്ലിച്ച്. എവിടെ ഇരുന്നാലും ഗ്ലിച്ച. ഇവിടെ ഒന്ന് കേറി ലാഡർ കയറാൻ അറിയാത്ത മോനെ കേറി. ഇനി അടുത്തത് ഇതിലൂടെ നടക്കല് വെച്ച സീനാണ്. പക്ഷെ ഇതിലൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഞാൻ അത് ശ്രദ്ധ പോയി പ്രത്യേകത ഉണ്ട് ഗൈസ്. ഒരു സ്ഥലത്തെത്തിയാൽ ഫാൻ്റെ കാറ്റുണ്ടാവില്ല. ചെറിയൊരു ഗ്ലിച്ചാണ്. മറന്നു ട്രിക്ക് മറക്കല്ലേ. കാഞ്ചര എടാ അവിടെ ഇപ്പോൾ ഗ്ലിച്ചില്ലട്ടാ. ആദ്യം ഗൈസ്, ഞാൻ എന്ത് കളിച്ചാൽ ആ ഫാൻ്റെ ചോട്ടില്ലേ അവിടെ എത്തിയാൽ ഫാൻ്റെ കാറ്റുണ്ടാവില്ല ഗൈസ്. വെച്ചാൽ അവിടേക്ക് കാറ്റും ഇല്ല, ഒന്നുമില്ല. അവിടെ സുഖമായിട്ട് നമുക്ക് നടക്കുന്നു ഇവിടെ. പക്ഷെ ഇപ്പം ശരിയാക്കിയിരിക്കണവർ. ഇപ്പോൾ കുഴപ്പമില്ലത്. പൈപ്പിച്ചാണ് ബൈ എന്ന് പറഞ്ഞത് ഗൈസ്. എടോ എന്താണിത് അറിയില്ല. വീഡിയോ സ്റ്റക്ക് ആക്കുമ്പോൾ ഫൂ വെച്ചിട്ട് ആക്കാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ വീഡിയോ സ്റ്റാർട്ടാക്കി അപ്പം ഞാൻ പോയി ചത്ത്. അതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. മോനെ സമാധാനം, അതെല്ലതും നല്ലതാണ്. കൂടുതൽ സമാധാനം പഠിപ്പിക്കല്ലേ. സമാധാനം കുറെ പഠിച്ചിരിക്കണം കേട്ടോ. ഈ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാവും. വേറെ ഒന്നും കൊണ്ടല്ല. ആരൊന്നും വിചാരിക്കരുത്. ചോടടാ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ലെങ്ത് കൂട്ടുന്നത് ഗൈസ്. ഈ സാധനം, ഈ ഗെയിം തന്നെ സാധനം എന്താണെന്നറിയില്ല, ഭയങ്കര ലെങ്ത്. ഈ പോണില്ലേ, ഇതാ ഈ പറന്ന് പോണ ഒരുത്തൻ, ഇവന് ഞാൻ ഒരു വട്ടം റീസ്റ്റാർട്ട് ചെയ്തില്ലേ, അപ്പം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവനാ. പിന്നെ ഞാൻ മുന്നിൽ പോയി, ഇവൻ പിന്നിലുമായി. ഇപ്പം ഇതാ, അപ്പം എൻ്റെ ഒപ്പം എത്തി. ആലോചിച്ചു ഗൈസ്, എത്ര നേരമായിട്ടുണ്ടാവുമെന്ന് ഈ സ്ഥാനത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട്. 30 മിനിറ്റോളമായി സ്ഥാനത്ത് ഞാൻ.
അത് അങ്ങോട്ട് പോകാനാണ് ഈ 30 മിനിറ്റ് എടുക്കുന്നത്. നമുക്കിത് പിന്നെ കളിച്ച് ശീലമുണ്ടായിരുന്നു. ഇവിടെ ഇതൊന്നുമില്ല. ഷോർട്ട് കട്ടേ അതറിയാം നമുക്ക്. ഈ അടിയത്തെ കണ്ട ഇത് നമ്മൾ നേരത്തെ വണ്ടി വന്ന സ്ഥലം കാണിക്കാൻ മാറി. മാമനോടൊന്നും തോന്നില്ലേ. സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കില്ല, ചുമ്മാ സ്കിപ്പ് ചെയ് ചാടി കളിക്കാൻ പറ്റുമോ നോക്കിയാലോ, ചുമ്മാ ട്രൈ എടുക്കുക. അല്ലടാ പറ്റൂലടാ പറ്റൂല. വെറുതെ ടൈം വേസ്റ്റാക്കി. ആ ടൈം കൊണ്ട് ഇത് ഓഫാക്കി വരാനുള്ളൂ ഇല്ലേ കണ്ടമ്മേൻ്റെ. എത്ര മിനിറ്റായി? അവിടെയാണ് വഴി. ഇങ്ങനത്തെ വഴിയാണ്, ഒരു കുഴപ്പമില്ല. ഇത് വീണ്ടും എങ്ങനെയും കൺട്രോൾ ചെയ്ത് പോവാ. ആ റൗണ്ടൊക്കെയാണ് എൻ്റെ പൊന്നോ ചത്ത് ആരെയാണ് ഇനി ഫാനാണ് ചാട്ടേ. നമ്മൾ കൂടെ ഉണ്ടല്ലോ. ഒന്ന് നമുക്ക് തടി കളക്കാതെ പോവാം. നമുക്ക് കണ്ടാ ഈ മഞ്ഞവരില്ല, അവിടുന്ന് ചാടണമെങ്കിൽ നമുക്ക് കറക്റ്റായി ചാടാം. പക്ഷെ സ്പീഡിൻ്റെ അവിടുന്ന് അങ്ങനെ ഇങ്ങനെ മഞ്ഞവരന്ന് ചാടാൻ പറ്റില്ല. അതാണ് കുഴപ്പം. ഓടുകയാണെങ്കിൽ സ്പീഡ് കൂടും കേട്ടോ. അങ്ങനെ ഉണ്ടേ, അതാണ് നമ്മൾ ഓടാത്ത. പക്ഷെ ഇവിടുന്ന് ഓടണം, ഇവിടുന്ന് ഓടിയില്ലെങ്കിൽ അവിടുന്ന് ഓടണം. അമ്മമാരൊക്കെ എൻ്റെ പിന്നിൽ പോയാൽ പോരാടാ. നിങ്ങൾക്കൊക്കെ എന്തിനാടാ എൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ നാണം കെടുത്തിന്. ഞാനൊരു പ്രോ എന്ന് വിചാരിച്ചോട്ടാ. ബാക്കിയുള്ളവര് നാണം കെടുത്തലടാ മക്കളെ. പോയി അത് പുതിയ ലെവലാണ്. ഞാൻ കളിക്കുമ്പോഴത്തേ 2 ഉണ്ടായിരുന്നുള്ളൂ. സീനാട്ടാ ഗൈസ്, ഇത് സീനാ ഗൈസ്. ഇത് അവസാനം ട്രൈ, അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാൻ. ബൈ.